VS-മായിട്ട് വളരെ സ്നേഹബന്ധം ആത്മബന്ധം പുലർത്തിപ്പോന്നിരുന്നു. ഈ സമയം വരെ അസുഖമായിട്ട് സംസാരിക്കുക ആ സിറ്റുവേഷൻ വരെയും ഞാൻ അദ്ദേഹത്തെ ഇവിടെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിനുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥം എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ്. തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ്. നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ ഒരു ഭരണാധികാരി ആയിരുന്നു. ഹി വാസ് ചീഫ് മിനിസ്റ്റർ ഹു വർക്ക്ഡ് ഹാർഡ് ഫോർ ദി സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഫോർ ദ കൺട്രി. പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെക്കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഗൾഫിൽ വന്നിട്ടും ഞാൻ അദ്ദേഹവുമായി പല സ്ഥലങ്ങളിലും പോവുകയും ഭരണകർത്താക്കളുമായി സംസാരിക്കുകയും അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പ്രവാസികളുടെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വരാനും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കാണാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും നിഷാദ് റാവുത്തർ ദർബാർ ഹാളിന് പുറത്തുണ്ട്. നിഷാദ് ഇപ്പോൾ പ്രമുഖരായ ആളുകളൊക്കെ എത്തുന്നു, അവരുടെ അനുഭവങ്ങൾ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നു. ആളുകൾ ഇങ്ങനെ അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും ജിൽസയും നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രമുഖരായവർ അല്ലെങ്കിൽ വിവിധ തുറകളിൽ നിന്നുള്ള സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ, സാധാരണക്കാരായ ജനങ്ങൾ തുടങ്ങിയിട്ടുള്ള VS അച്യുതാനന്ദനുമായി ഏതെങ്കിലും നിലയ്ക്ക് വൈകാരിക ബന്ധം അനുഭവപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും വലിയ ഒരു ജനസഞ്ചയമായി രൂപപ്പെട്ട് അവരിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദർബാർ ഹാളിൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പൊതുദർശനത്തിൻ്റെ സമയം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10 ആയിരിക്കുന്നു. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോഴേ കാണാം 9 മണിക്ക് പൊതുദർശനത്തിൻ്റെ സമയം പ്രഖ്യാപിച്ചതിന് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ, അവസാനമായി ഒരു വാക്ക് പറയാൻ, ഒരു നന്ദി വാചകം പറയാൻ കാത്തിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. VS അച്യുതാനന്ദൻ കേരളത്തിന് എന്തുമാത്രം പ്രിയപ്പെട്ട നേതാവായിരുന്നുവെന്ന്, കേരളത്തെ ഇത്തരം ഒരു വലിയ അഭിമാനകരമായ സംസ്ഥാനമാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കാളിത്തം എന്തായിരുന്നുവെന്ന് ഈ ജനങ്ങൾ നമ്മോട് പറയും. അപ്പോൾ ഞങ്ങളെ മലയാളി എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി എന്ന ഒരു വാക്ക് മലയാളി അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസം. അത് പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, അതിനായി വരി നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം സഫലിയെപ്പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തെ കാണുകയും ചെയ്തു. VS അച്യുതാനന്ദൻ ഈ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം അവസാനത്തെ ഒരു അന്ത്യോപചാരത്തിന് കാത്ത് കിടക്കുമ്പോൾ അതെന്തുമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണകാലയളവ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീ TM തോമസ് ഐസക് മന്ത്രിയും മുതിർന്ന CPIM നേതാവും ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഒരു വശത്ത് കാണുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദർബാർ ഹാളിലെ അദ്ദേഹത്തിൻ്റെ ഈ 2 മണി വരെയുള്ള സമയം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒന്നാണ്. ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ എന്തുമാത്രം പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും എടുക്കാതെ അദ്ദേഹത്തെ എടുത്തുമാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കർശന നിയന്ത്രണത്തിലായിരുന്നു നിർത്തിയിരുന്നത് എങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങളുടെ സ്വീകാര്യനാവുകയും ജനങ്ങളാൽ ആദരിക്കപ്പെടുകയും ചെയ്ത ഒരു നേതാവ് എന്ന പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തിൽ ആഴത്തിൽ പഠിക്കാൻ, നേരിട്ട് ആ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ, നിരന്തരമായി ഫോളോ ചെയ്യാൻ. നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സാഹചര്യം ശ്രീ പ്രഭാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു പ്രശ്നം വന്നാൽ നിരന്തരമായി അതിൻ്റെ ഫോളോ അപ്പുമായി അദ്ദേഹം എപ്പോഴും പിന്നാലെ ഉണ്ട്. ഒരു സ്ഥലത്ത് പോയിട്ടാണ് ആ പ്രശ്നം മനസ്സിലാക്കേണ്ടെങ്കിൽ അവിടെ പോയി ആ പ്രശ്നം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. ഫയലുകൾ പഠിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. ആർക്കും അദ്ദേഹത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനേക്കാൾ ഇപ്പോഴുള്ള സെക്യൂരിറ്റി വിന്യാസത്തെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ ആയിരുന്നില്ല VS അച്യുതാനന്ദൻ. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണസമയത്ത് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് എല്ലാവർക്കും VSൻ്റെ കൂടെ ഒരു ചിത്രം പങ്കുവയ്ക്കാനുണ്ട് എന്ന് കൂടി കാണേണ്ടതാണ്.
എന്നോടൊപ്പം വി എസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശശിധരൻ അദ്ദേഹത്തിന് വലിയ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. വലിയൊരു സങ്കീർണ്ണകാലം വി എസുമായി ബന്ധപ്പെട്ട് കടന്നു വന്നതിൻ്റെ അനുഭവ പരിജ്ഞാനം കൂടി ഓർമ്മ കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് നമ്മൾ പ്രത്യേകമായി കണ്ട കാര്യം. വി എസ് അച്യുതാനന്ദനെ കുറിച്ച് 2 വാക്ക് ചോദിക്കട്ടെ. വി എസിനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മിസ് ചെയ്യുമെന്ന് ഉറപ്പായും തോന്നുന്ന സംഗതി എന്താണ്?